Hello students, welcome back to EJU Plus Academy. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 25 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ നെയിം സാമൂഹിക സാമ്പത്തിക വികസനവും അവശ്യ വിഭാഗങ്ങളുടെ ശാക്തീകരണവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്സ് എന്ന് വെച്ചാൽ സാമൂഹിക വികസനം, അതുപോലെ സാമ്പത്തിക വികസനം എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാനുണ്ട്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത് എന്ന് നോക്കാനുണ്ട്. അതുപോലെ മനുഷ്യ വികസനം എന്താണെന്ന് നോക്കാനുണ്ട്. സുസ്ഥിര വികസനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വികസനത്തിന് ചാലഞ്ചസ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയ കുറച്ച് പദ്ധതികളെ പറ്റിയിട്ട് നോക്കാനുണ്ട്. പിന്നെ സ്ത്രീ ശാക്തീകരണം, അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലോട്ട് കടക്കാം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് സാമൂഹിക വികസനം എന്നാൽ എന്താണെന്നാണ്. അപ്പോൾ എന്താണ് സാമൂഹിക വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, സാമൂഹിക സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞാൽ നമുക്കത് രണ്ട് നോക്കാനുണ്ട്. സാമൂഹിക വികസനം എന്താണെന്നും സാമ്പത്തിക വികസനം എന്താണെന്നും നോക്കാനുണ്ട്. ഇൻ ജനറൽ നമുക്ക് പഠിക്കാനുള്ളത് സാമൂഹിക സാമ്പത്തിക വികസനം എന്നത് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ ഒരു സാമൂഹിക സാമ്പത്തിക വികസനം എന്നത് ജനങ്ങളുടെ ഒരു ജീവിത രീതിയിലുള്ള പുരോഗതിയെയാണ് നമ്മൾ സാമൂഹിക സാമ്പത്തിക വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുരോഗതി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വിദ്യാഭ്യാസം, വരുമാനം, ആളുകളുടെ ജോലിയിലുള്ള നൈപുണ്യം, അതുപോലെ നമ്മുടെ തൊഴിൽ എന്നീ മേഖലകളിലൊക്കെയുള്ള പുരോഗതിയുടെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് സാമൂഹിക സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം നമുക്കിവിടെ കൊടുത്തിട്ടുള്ള സാമൂഹിക വികസനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. സാമൂഹിക സ്ഥാപനങ്ങളെ ഒരു സമൂഹം അതിൻ്റെ അഭിലാഷ പൂർത്തീകരണത്തിന് പര്യാപ്തമായ രീതിയിലേക്ക് രൂപാന്തരം സംഭവിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് സാമൂഹിക വികസനം. സമൂഹം തന്നെത്താൻ ഒരു ഗുണപരമായ മാറ്റത്തിന് രൂപം നൽകുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. അതായത് ആളുകളുടെ പുരോഗമനപരമായ മനോഭാവവും പെരുമാറ്റവും കൂടുതൽ ഫലപ്രദമായ നടപടിക്രമങ്ങളും കൂടുതൽ മുന്നേറിയ സാങ്കേതിക വിദ്യയും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. സാമൂഹിക വികസനത്തിന് പരിസ്ഥിതിയുമായും ജീവിത രീതികളും സാങ്കേതിക വിദ്യയുമായും ഏറ്റവും അടുത്ത ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് സാമൂഹിക വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആളുകളുടെ പുരോഗമനപരമായിട്ടുള്ള മനോഭാവവും പെരുമാറ്റവും കൂടുതൽ ഫലപ്രദമായ നടപടിക്രമങ്ങളും കൂടുതൽ മുന്നേറിയ സാങ്കേതിക വിദ്യയും മൂലം സാമൂഹിക മാറ്റം ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു സാമൂഹിക മാറ്റം എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം നമ്മുടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വരുന്ന അവരുടെ പുരോഗതിയാണ് നമ്മൾ ജനറലായിട്ട് സാമൂഹിക സാമ്പത്തിക വികസനം എന്ന് പറയുന്നത്. ഈ ഒരു സാമൂഹിക വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആളുകളുടെ പുരോഗമനപരമായിട്ടുള്ള ഒരു സാമൂഹികപരമായിട്ടുള്ള മാറ്റത്തെയാണ്. ആ ഒരു അവരുടെ മനോഭാവത്തിലും അതുപോലെ അവരുടെ പെരുമാറ്റത്തിലും അവരുടെ കൂടുതൽ നടപടിക്രമങ്ങളും അതുപോലെ സാങ്കേതിക വിദ്യയിലും ഒക്കെ ഉണ്ടാകുന്ന സാമൂഹിക മാറ്റത്തെയാണ് നമ്മൾ സാമൂഹിക വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമൂഹിക വികസനത്തിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പരമായിട്ടുള്ള വികസനം, നമ്മുടെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ സാമൂഹിക വികസനത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സാമ്പത്തിക വികസനം എന്നാൽ എന്താണെന്നാണ്. സാമ്പത്തിക വികസനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, സാമ്പത്തികപരമായിട്ടുള്ള വികസനം അത് അർത്ഥമാക്കുന്നത് രാജ്യത്തെയും പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ ക്ഷേമത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ആ രാജ്യത്തിൻ്റെയും ആ പ്രദേശത്തിൻ്റെയും ധനത്തിൻ്റെ വികസനമാണ് സാമ്പത്തിക വളർച്ച എന്ന പദം പരാമർശിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ദേശീയ വരുമാനം, മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം, ആളോഹരി വരുമാനം തുടങ്ങിയ ചില നിശ്ചിതമായ അളവുകോലുകളുടെ വർധനവ് അല്ലെങ്കിൽ വളർച്ചയെയാണ് നമ്മൾ സാമ്പത്തിക വികസനം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് ആ രാജ്യത്തെയും ആ രാജ്യത്തിൻ്റെ പ്രദേശങ്ങളിലെയൊക്കെ ജനങ്ങളുടെ പുരോഗമനത്തിന്, ജനങ്ങളുടെ ആ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആ രാജ്യത്തിൻ്റെ വികസനം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള വികസനത്തിനെയാണ് നമ്മൾ സാമ്പത്തിക വികസനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യം സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക മണ്ഡലങ്ങളിൽ അവരുടെ ജനങ്ങളുടെ ക്ഷേമം കൈവരിക്കുന്ന പ്രക്രിയയാണ് സാമ്പത്തിക വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, സാമ്പത്തിക വികസനത്തിൽ അണ്ടറിൽ വരുന്ന ഒരു 3 ടേംസാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം അഥവാ GDP, ദേശീയ വരുമാനം, നാഷണൽ ഇൻകം,
ആളോഹരി വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ എന്താണ് ആഭ്യന്തര ഉൽപ്പാദനം നോക്കാം. മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം അല്ലെങ്കിൽ മൊത്തം ആഭ്യന്തര വരുമാനം എന്നത് ദേശീയ വരുമാനത്തിൻ്റെ അളവുകോലുകളിൽ ഒന്നും ഒരു നിർദ്ദിഷ്ട രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് വേണ്ട ഒരു നിശ്ചിത കാലത്തെ ആകെ ഉൽപ്പന്നവുമാണ് ഈ ഒരു ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സമ്പദ്ഘടനയിൽ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമമായ എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു നിർദ്ദിഷ്ട ആ ഒരു വർഷത്തിലെ ആകെ മൂല്യമാണ് നമ്മുടെ GDP അഥവാ ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഇനി ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തൊഴിൽ, മൂലധന നിക്ഷേപം ഉൾപ്പെടെ ഒരു രാജ്യത്തെ ജനങ്ങൾ സമ്പാദിക്കുന്ന വരുമാനമാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഒരു നിർദ്ദിഷ്ട കാലത്തേക്ക് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വർഷത്തിൻ്റെ കണക്കാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഒരു വർഷത്തെ ആ രാജ്യത്തിൽ ഉണ്ടായിട്ടുള്ള തൊഴിലിൻ്റെയും മൂലധന നിക്ഷേപം ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യത്തെയും ജനങ്ങൾ സമ്പാദിക്കുന്ന എല്ലാ വരുമാനവും, ഒരു രാജ്യത്തിൻ്റെ എല്ലാ വരുമാനങ്ങളുടെയും അതിൽ ശമ്പളവും ലാഭവും പലിശയും വാടകയും പെൻഷൻ തുക ഇതൊക്കെ ഈ ഒരു ദേശീയ വരുമാനത്തിൽ ഉൾക്കൊള്ളുന്ന മൊത്തം മൂല്യമാണ് കേട്ടോ. ഓക്കെ, അതാണ് നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി ആളോഹരി വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തെ വരുമാനത്തെ ആ രാജ്യത്തിലെ ആകെ ജനങ്ങളുടെ സംഖ്യ കൊണ്ട് ഹരിച്ച് കിട്ടുന്ന തുകയാണ്. അതായത് വാർഷിക ദേശീയ വരുമാനം തുല്യമായ ആളുകളുടെ ഇടയിൽ വീതിച്ചാൽ ഒരാൾക്ക് കിട്ടുന്നതിനെയാണ് ആളോഹരി വരുമാനം. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും നമ്മുടെ സാമ്പത്തിക വികസനവുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്. GDP, നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യം സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമൂഹിക മണ്ഡലങ്ങളിലും ഒക്കെ ജനങ്ങളുടെ ക്ഷേമം കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയാണ് നമ്മുടെ സാമ്പത്തിക വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് മനുഷ്യ വികസനം എന്നാൽ എന്താണ്? എന്താണ് മനുഷ്യ വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, മനുഷ്യൻ്റെ കഴിവുകളുടെ ഒരു വികസനമാണ് മാനുഷിക വികസനം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യ വികസനം എന്നാൽ ആളുകളുടെ ഇഷ്ടങ്ങളുടെ വ്യാപ്തി വികസിപ്പിക്കുന്നതിലും അതുപോലെ അത് വിപുലപ്പെടുത്തുന്നതിലും അതോടൊപ്പം അവരുടെ ക്ഷേമത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നതൊക്കെയാണ് നമ്മുടെ മാനുഷിക വികസനം എന്ന് പറയുന്നത്. അപ്പം നമുക്കതൊന്ന് നോക്കാം. മനുഷ്യ വികസനം എന്ന ആശയം അവതരിപ്പിച്ച് നടപ്പിലാക്കിയത് ആരാണ്? ഡോക്ടർ മെഹബൂബ് ഉൽ ഹഖ് എന്ന പാകിസ്ഥാനി സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഈ ഒരു മനുഷ്യ വികസനം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇത് ആളുകളുടെ ഇഷ്ടങ്ങൾ വിപുലീകരിക്കുകയും അവരുടെ ജീവിതം മെച്ചമാക്കുകയും ചെയ്യുന്ന ഒരു വികസനമാണെന്ന് വിശദമാക്കുകയും ചെയ്തു. ഇന്ത്യൻ നൊബേൽ സമ്മാനം ജേതാവ് അമർത്യ സെന്നും ഈ ഒരു ആശയം വളർത്തിയെടുക്കുന്നതിന് വലിയ സംഭാവനകൾ ചെയ്തു. സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്ന വികസനമാണിതെന്ന് അദ്ദേഹം ഇതിനെ നിർവചിക്കുകയും ചെയ്തു. 1990 ഡോക്ടർ മെഹബൂബ് ഉൽ ഹഖ്, പ്രൊഫസർ അമർത്യ സെൻ എന്നിവർ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ മനുഷ്യ വികസന സൂചിക എന്ന് HDI എന്ന ആശയം വികസിപ്പിച്ചെടുത്തു. അപ്പോൾ ഇതിനുശേഷം യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതിൻ്റെ വാർഷിക മനുഷ്യ വികസന റിപ്പോർട്ടിൽ ഈ ഒരു പദം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മനുഷ്യ വികസനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആളുകളുടെ ഇഷ്ടങ്ങൾ ഒരാളുകളുടെ ഇഷ്ടങ്ങളുടെ വ്യാപ്തി വികസിപ്പിക്കുന്നതിലും അതുപോലെ അത് ഒന്നുകൂടെ വിപുലപ്പെടുത്തുന്നതിലും അതോടൊപ്പം തന്നെ അവരുടെ ക്ഷേമത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നതുമാണ് ഈ ഒരു മനുഷ്യ വികസനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെ ആണ് ഘടകങ്ങൾ അതിൽ ഇൻക്ലൂഡ് ആവുന്നത്? സാമ്പത്തികപരമായിട്ട്, സാമൂഹികപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ട്, നമ്മുടെ സാംസ്കാരികപരമായിട്ട്, വിദ്യാഭ്യാസം, നമ്മുടെ ശാരീരികം, ജീവശാസ്ത്രം, മാനസികം, വികാരം തുടങ്ങിയ എല്ലാ ഇഷ്ടങ്ങളെയും കണക്കിലെടുക്കുന്നതാണ് ഈ ഒരു മനുഷ്യ വികസനം എന്ന് പറയുന്നത്. ഈ ഒരു വികസനത്തിൻ്റെ ധാരാളം ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ് വരുമാനം. പക്ഷേ മനുഷ്യ വികസനം, അതാണ് സാമ്പത്തിക വരുമാനത്തിൽ പറയുന്നത്, വരുമാനത്തിൻ്റെ കാര്യങ്ങൾ. പക്ഷെ മനുഷ്യ വികസനത്തിൽ എന്താണ്? മനുഷ്യനാണ് കേന്ദ്രസ്ഥാനം നൽകുന്നത്. അത് വെറും ഒരു വരുമാനത്തിൻ്റെ മാത്രമല്ല, മറിച്ച് മനുഷ്യൻ്റെ എല്ലാ ഇഷ്ടങ്ങളെയും അതുപോലെ ആ ഒരു മനുഷ്യ വികസനത്തിനാണ്, മനുഷ്യരുടെ ഇഷ്ടങ്ങളിലാണ് അതിന് കൂടുതൽ ഊന്നൽ നൽകുന്നത് കേട്ടോ. അപ്പം അത്തരം ഒരു കാര്യമാണ് മനുഷ്യ വികസനം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അസമാനതകളാണ്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രാദേശിക വികസനത്തിനുള്ള സാമ്പത്തികപരമായിട്ടുള്ള അസമാനതകൾ എന്തെല്ലാം, നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ്, ആ ഒരു ചാലഞ്ചസ് എന്തൊക്കെയാണ്, ഈ ഒരു പ്രാദേശിക വികസനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ആളോഹരി വരുമാനം. എന്താണ് ആളോഹരി വരുമാനം എന്ന് പറയുന്നത്?
ആളോഹരി വരുമാനം ആ പ്രദേശത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ തോതിൻ്റെ സാരാംശമാണ്. ആളോഹരി വരുമാനത്തിൽ പ്രദേശങ്ങൾ തമ്മിൽ വലിയ അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. 2005-06 ദേശീയ ശരാശരി ആളോഹരി വരുമാനം 25,716 രൂപയായിരുന്നു. അന്ന് 11 സംസ്ഥാനങ്ങളായിരുന്നു ദേശീയ ശരാശരിക്ക് മുകളിലുണ്ടായിരുന്നത്. ദേശീയ ശരാശരിക്ക് താഴെ ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒറീസ, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ 7 ദരിദ്ര സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയുടെ പകുതിയിലധികം ജനസംഖ്യ ഈ ഒരു 7 സംസ്ഥാനങ്ങളായിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇന്ത്യയിലുള്ള ഫസ്റ്റ് അസമാനതകൾ എന്ന് പറയുന്നത് ആളോഹരി വരുമാനത്തിൻ്റെ കേസിലാണ്. അപ്പോൾ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പ്രദേശത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ തോതിൻ്റെ സാരാംശമാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആളോഹരി വരുമാനം ഓരോ സംസ്ഥാനങ്ങളിലും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും എന്താണ്, സംസ്ഥാനങ്ങൾ ദേശീയ ശരാശരിക്ക് താഴെയാണുള്ളത്. അപ്പോൾ ആ ഒരു ഇത്തരം അന്തരങ്ങൾ നമ്മുടെ പ്രാദേശികപരമായിട്ടും ഒക്കെ നമ്മുടെ ദേശീയ സാമ്പത്തിക അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിൽ എന്താണ് ആളോഹരി വരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഓരോന്നുമാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുക. അപ്പോൾ അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. ആ ഒരു ആളോഹരി വരുമാനം നമ്മുടെ ചില സംസ്ഥാനങ്ങളിൽ എന്താണ് ദേശീയ ശരാശരിക്ക് താഴെയായിരിക്കും ഈ ഒരു ആളോഹരി വരുമാനം ഉണ്ടാവുക. അതിനാണ് ദരിദ്ര സംസ്ഥാനങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതെന്താണ്, ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒറീസ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ 7 ദരിദ്ര സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ് നമ്മളെ ബാധിക്കുന്ന ഒരു പ്രാദേശിക വികസനത്തിന് ബാധിക്കുന്ന ഒരു ഘടകമാണ് ഈ ഒരു ആളോഹരി വരുമാനം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ എല്ലാം ഒരുപോലെ ഡെവലപ്ഡ് ആയാലായി നമുക്കൊരു വികസനം എന്ന് പറയുന്നൊരു ഇതിലോട്ട് നമ്മൾ എത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് ഈ ഒരു ആളോഹരി വരുമാനം. നെക്സ്റ്റ്, ദാരിദ്ര്യം എന്ന് പറയുകയാണെങ്കിൽ സംസ്ഥാന തലത്തിൽ ദാരിദ്ര്യത്തിൻ്റെ അനുപാതം വർഷങ്ങളായിട്ട് കുറഞ്ഞു വരികയാണ്. വലിയ തോതിൽ ദാരിദ്ര്യം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലും അന്തർ സംസ്ഥാനങ്ങൾ തമ്മിലും ഈ ഒരു അസമാനത തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒറീസ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും എന്താണ് ദരിദ്ര അനുപാതം താരതമ്യേന ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഇത് ഒറീസയിലെ ഗ്രാമീണ മേഖലയിൽ 43%, ബീഹാറിലെ ഗ്രാമീണ മേഖലയിൽ 40%. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മോശമായ സംസ്ഥാനങ്ങളിൽ ചിലതാണിവ. അപ്പോൾ നേരെ മറിച്ച് ഗ്രാമീണ ഹരിയാനയിൽ 5.7%, പിന്നെ ഗ്രാമീണ പഞ്ചാബിൽ 2.4% എന്നീ പ്രദേശങ്ങളെ ആഗോള തോതിൽ ചില മധ്യവർഗ രാജ്യങ്ങളുമായി പോലും താരതമ്യം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ അത്രയും ദാരിദ്ര്യം ഉള്ള ഒരു സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ദാരിദ്ര്യം കുറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റുള്ള ചില ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ചില വിവിധ സംസ്ഥാനങ്ങളുടെയൊക്കെ ഓരോ ഏരിയകളിലും എന്താണ് ഇപ്പോഴും ആ ഒരു ദാരിദ്ര്യമുണ്ട്. ഒഡീഷ എന്നൊക്കെ പറയുന്നത് എന്താണ് തീരെ ഡെവലപ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കുറച്ച് ട്രൈബൽസൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു തീരെ സിറ്റി ഒന്നും ഇല്ലാത്ത വെറും ഗ്രാമങ്ങളാണ്. തീരെ ഒരു പുരോഗമനവും ഇല്ലാത്തൊരു ഗ്രാമങ്ങളാണ്. അവിടെ എന്താണ് അതുപോലെ തന്നെ കൂടുതൽ ട്രൈബൽസ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഒഡീഷയിലൊക്കെ എന്താണ് ദരിദ്ര നിരക്ക് വളരെ കൂടുതലാണ്. 43% ദരിദ്രരാണ്. ഈ ഒരു സംസ്ഥാനങ്ങളിൽ ഛത്തീസ്ഗഡ്, മണിപ്പൂർ, ജാർഖണ്ഡ്, ബീഹാർ, മധ്യപ്രദേശ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും എന്താണ് ദരിദ്ര മേഖലയുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ദാരിദ്ര്യം കാരണം എന്താണ് അതും നമുക്ക് നമ്മുടെ പ്രാദേശിക വികസനത്തിനും അതുപോലെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലൊക്കെയുള്ള അസമാനതകൾക്ക് കാരണമാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് വ്യാവസായിക വളർച്ച എന്ന് പറയുന്നത് നോക്കാം. ആ ഒരു കാര്യം എന്താണെന്ന് നോക്കാം. ആരംഭത്തിൽ ഏതു വ്യവസായങ്ങൾ എവിടെ തുടങ്ങണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ താല്പര്യത്തിന് അനുസരിച്ചായിരുന്നു. അതിൻ്റെ ഫലമായി മിക്കവാറും വ്യവസായങ്ങൾ ചില സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യവസായവൽക്കരണ പ്രക്രിയ വികസിപ്പിക്കാനുള്ള ധാരാളം ശ്രമങ്ങൾ നടന്നിട്ടും സ്വാതന്ത്ര്യ സമരത്തിന് ശേഷവും ഈ കേന്ദ്രീകൃത സമ്പ്രദായം തുടർന്നു പോകുന്നു. ഓക്കെ, അപ്പോൾ വ്യാവസായിക വളർച്ച എന്ന് പറഞ്ഞാൽ പിന്നെ വ്യാവസായിക സംരംഭങ്ങളൊക്കെ എന്താണ് രാജ്യത്ത് നമ്മുടെ എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. ഈ ഒരു ഫാക്ടറീസ് ആയിക്കോട്ടെ അങ്ങനെയൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ വ്യാവസായികമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ചില മേഖലകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് എന്താണ് ആ ഒരു സാഹചര്യങ്ങൾക്ക് ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഒരു ഫാക്ടറി ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ അവിടെ ഒരു ഡെവലപ്മെൻറ്റ് വരും. അവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ ജോലി സംബന്ധമായ കാര്യങ്ങൾ ലഭിക്കും. അങ്ങനെ ആ ഒരു മൊത്തത്തിലൊരു ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്.
അപ്പോൾ ആ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു വ്യാവസായിക വളർച്ച എല്ലാ സ്ഥലത്തും ഒരുപോലെ ആ ഒരു ഡെവലപ്മെൻറ്റ് എത്തുന്നില്ല. ഇന്നും എന്താണ് അത് ചില സ്ഥലങ്ങളിൽ സ്റ്റക്കാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് കാർഷിക വളർച്ച. കാർഷിക വളർച്ച എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കാർഷിക വളർച്ചയുടെ കാര്യത്തിലുള്ള അസന്തുലിതാവസ്ഥ വർഷങ്ങളായി വളർന്നു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ പിന്നിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെയാണ് കൂടുതലും കൃഷിയൊക്കെയുള്ള സ്ഥലങ്ങളാണ് പഞ്ചാബും ഉത്തർപ്രദേശും ഹരിയാനയൊക്കെ. അപ്പോൾ ആളോഹരി ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ പഞ്ചാബ് ഏറ്റവും മുന്നിലും കേരളം ഏറ്റവും പിന്നിലുമാണ്. നമുക്കറിയാം കേരളത്തിൽ എന്താണ് ഇതുപോലത്തെ ഭക്ഷ്യവിളകളൊന്നും നമ്മൾ കൃഷി ചെയ്യുന്നില്ല, ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പഞ്ചാബൊക്കെയാണ് ഏറ്റവും മുന്നിൽ ഈ ഒരു കാർഷിക വളർച്ചയുടെ കാര്യത്തിൽ. കേരളമൊക്കെ ഏറ്റവും പിന്നിലാണ്. മിസോറാമും മഹാരാഷ്ട്രയും ജലസേചന സൗകര്യമുള്ള പ്രദേശങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും താഴ്ന്ന നിലയിലാണ് മിസോറാമും മഹാരാഷ്ട്രയൊക്കെ. അപ്പോൾ വിപുലമായ ജലസേചന സൗകര്യങ്ങൾ ഉപയോഗിച്ചും തീവ്രമായ വളപ്രയോഗം കൊണ്ടും ഒക്കെ അവിടെയാണ് പഞ്ചാബും ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങൾ ഉയർന്ന തോതിലുള്ള കാർഷിക ഉൽപ്പാദനക്ഷമത നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും അവർക്ക് ആവശ്യമുള്ള അത്രയും കാർഷിക വളർച്ച ഇനിയും നേടിയിട്ടില്ല. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾ ഇനി അവയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഇരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇപ്പം കാർഷിക വളർച്ചയിൽ പിൻപന്തിയിൽ നിൽക്കുകയാണ് നമ്മുടെ കേരളവും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ. കമ്പയർ ചെയ്യുമ്പോൾ പഞ്ചാബും ഹരിയാനയും ഉത്തർപ്രദേശിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ എന്താണ് അപ്പോൾ ഇല്ലാത്ത ആളുകൾ ആ ഒരു കാർഷിക വളർച്ച നേടിക്കൊണ്ടിരിക്കണം. അതുപോലെ ജലസേചനത്തിന് മഹാരാഷ്ട്രയിലും മിസോറാമിലൊക്കെ ജലസേചനത്തിന് കുറച്ച് പിൻപിലാണെങ്കിൽ താഴ്ന്ന നിലയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു ജലസേചന സൗകര്യമൊക്കെ അവർ കുറച്ചുകൂടെ വിപുലമാക്കണം. അപ്പോൾ എന്നാലും നമുക്ക് ആ ഒരു മൊത്തത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സാമൂഹിക അസമാനതകൾ എന്ന് പറയുന്നത് സാക്ഷരതയാണ്. ഓക്കെ, സാക്ഷരതയുടെ കേസിൽ എന്താണെന്ന് നോക്കാം. ഇത് സാമൂഹിക സാമ്പത്തിക വികസനത്തിൻ്റെ പ്രധാന സൂചകങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ വ്യത്യസ്ത പ്രദേശങ്ങൾ തമ്മിൽ വലിയ അസമാനതകളാണ് ഉള്ളത്. 2001 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് കേരളത്തിലും ഏറ്റവും താണത് ബീഹാറിലുമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ശരാശരി സാക്ഷരതാ നിരക്ക് 65.38%, കേരളത്തിലേത് 90.92%, ബീഹാറിൻ്റേത് 47.53%. മറ്റു സംസ്ഥാനങ്ങൾ തമ്മിൽ കാര്യമായ വ്യത്യാസം ഇക്കാര്യത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സാക്ഷരതയുടെ കാര്യങ്ങൾ, അപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സാക്ഷരതയാണ്. അപ്പോൾ എല്ലാവരും ഒരുപോലെ സാക്ഷരരായിരിക്കണം. പക്ഷേ എന്താണ് ഇന്നും നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലാണ് സാക്ഷരതയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ലിറ്ററസിയുടെ കേസിൽ 90.92% നമ്മൾ കേരളത്തിൻ്റെ സ്ഥാനം. പക്ഷേ എന്താണ് മറ്റ് സംസ്ഥാനങ്ങൾ ബീഹാറിലൊക്കെ 47.53%, അതുപോലെ ഇന്ത്യയിലെ ശരാശരി സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് 65.38%. അപ്പോൾ അതിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ എത്ര പിറകിലാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി. അപ്പോൾ ആ ഒരു സാക്ഷരതയുടെ കേസിൽ ഈ ഒരു സാമൂഹിക സാമ്പത്തിക വികസനത്തിൻ്റെ ഒരു പ്രധാന സൂചകങ്ങളിൽ ഒന്ന് തന്നെ സാക്ഷരതയാണ്. അപ്പോൾ ആ ഒരു സാക്ഷരതാ നിരക്ക്, മിനിമം സാക്ഷരത എല്ലാവരും കൈവരിക്കണം എന്നുള്ള ആ ഒരു രീതി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് മറ്റ് സംസ്ഥാനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ വരുന്ന പോയിൻ്റാണ് ഗതാഗതവും വാർത്താവിനിമയവും. ഓക്കെ, നോക്കാം. ഗതാഗതവും വാർത്താവിനിമയവും ഇന്ത്യയിൽ വിവിധ തലത്തിലുണ്ട്. അപ്പോൾ ഗതാഗതത്തിന് പൊതുവായിട്ടുള്ളത് റെയിൽവേ, റോഡ്, വായു, ജലം എന്നീ മാർഗങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം വിലയിരുത്താൻ കഴിയും. ഉദാഹരണമായിട്ട് റോഡിൻ്റെ കാര്യം എടുത്താൽ തന്നെ ചില സംസ്ഥാനങ്ങൾ വളരെ മുന്നിലാണെന്ന് കാണാം. അതേസമയം മറ്റ് ചില സംസ്ഥാനങ്ങളുടെ സ്ഥിതി വളരെ ദയനീയമാണ്. അപ്പോൾ റോഡുകളുടെ കണക്ക് പരിശോധിച്ചാൽ കേരളം ഏറ്റവും മുന്നിലും ജമ്മു കാശ്മീരൊക്കെ ഏറ്റവും പിന്നിലുമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ റോഡുകൾ എന്ന് പറയുന്നത് വളരെ ഇപ്പം നമുക്ക് ഫുൾ ബൈപ്പാസും അതുപോലെ എല്ലാ കണക്ഷൻ റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ റോഡൊക്കെ വളരെ നമുക്ക് ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സിറ്റിയിലുള്ള ആളുകൾക്കാണ്. അത് നമ്മുടെ ഗ്രാമങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന റോഡുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ കേരളത്തിലൊക്കെ നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ, ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രോപ്പറായിട്ടൊരു റോഡ് സംവിധാനമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവിടെ ഒരു ഡെവലപ്മെൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് മൊത്തത്തിലുള്ള നമ്മുടെ ആ ഒരു പ്രാദേശിക വികസനം സാധ്യമാവും. ഈ ഒരു പ്രാദേശിക അസമാനതകൾക്കുള്ള കാരണമാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായത് പ്രാദേശിക വികസനത്തിലുള്ള സാമൂഹിക സാമ്പത്തിക അസമാനതകളാണ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ വരുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ്?
ആളോഹരി വരുമാനം വരുന്നുണ്ട്, ദാരിദ്ര്യം വരുന്നുണ്ട്, വ്യാവസായിക വളർച്ച, കാർഷിക വളർച്ച, അതുപോലെ സാക്ഷരത, ഗതാഗതവും വാർത്താവിനിമയവും, ഇതൊക്കെയാണ് ആ ഒരു സാമൂഹിക സാമ്പത്തിക അസമാനതകൾ. ഇനി ഈ ഒരു പ്രാദേശിക അസമാനതകൾക്കുള്ള കാരണമാണ് ഇനി നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ, ചരിത്രപരമായ വീക്ഷണം. ചരിത്രപരമായ വീക്ഷണം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കൊളോണിയൽ വാഴ്ചക്കാലത്ത് വ്യാവസായിക രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ പ്രാധാന്യം കുറഞ്ഞ പ്രദേശങ്ങൾക്ക് യാതൊരു ശ്രദ്ധയും നൽകാതെ ആ പ്രദേശങ്ങൾ അവികസിതമായി അവശേഷിച്ചു. അപ്പോൾ ആ സ്ഥലങ്ങൾ ഇന്നും വ്യവസായ സംരംഭകർ ശ്രദ്ധിക്കപ്പെടാതെ സ്ഥിതി തുടരുന്നു. അപ്പോൾ ഇന്ത്യയുടെ മധ്യഭാഗത്തും വടക്കു കിഴക്കൻ ഭാഗത്തും ഉള്ള ആദിവാസി പ്രദേശങ്ങളാണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ചരിത്രപരമായ വീക്ഷണം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ ഈ ഒരു ബ്രിട്ടീഷിൻ്റെ ആ ഒരു രാജവാഴ്ച സമയത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായിരുന്നു ഈ ഒരു വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങൾ വിപ്ലവമൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യാവസായിക രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലൊക്കെ എന്താണ് കുറേ പ്രദേശങ്ങൾക്ക് എന്താണ് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അവരെന്തായിരുന്നു നോക്കിയിരുന്നത്, അവർക്ക് കൂടുതൽ റിസോഴ്സസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലത്തെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ മാത്രമാണ് അവർ ഓരോ ഫാക്ടറീസ്, ഓരോ വ്യവസായവും കച്ചവടവും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ അവിടെ മാത്രം ഡെവലപ്ഡ് ആയിപ്പോയി. മറ്റുള്ള സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് റിസോഴ്സസോ അവർക്ക് കണ്ടെത്താൻ പറ്റുന്ന യാതൊരു സാധനങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പ്രദേശങ്ങൾ അവികസിതമായിട്ട് അവിടെ എന്താണ് ഡെവലപ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അങ്ങനെ പോയി. അതുകൊണ്ട് ആ ഒരു ചരിത്രപരമായ വീക്ഷണം എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ഇന്നും എന്താണ് വ്യവസായ സംരംഭകരോ ആരും ശ്രദ്ധിക്കപ്പെടാതെ ഇപ്പോഴും അത് അതേപോലെ അതിൻ്റെ അതേ കണ്ടീഷൻ ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ അത് പൊതുവെ കണ്ടുവരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മധ്യഭാഗത്തും വടക്ക് കിഴക്കൻ ഭാഗത്തും ഒക്കെയുള്ള ആദിവാസി പ്രദേശങ്ങളിലാണ് ഇതിൽ മുൻപന്തികൾ നിൽക്കുന്നത്, ആ ഒരു അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ്, അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഡെവലപ്മെൻറ്റ് വരാത്തത്. ഇനി നെക്സ്റ്റ് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ. ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ഥലത്തിൻ്റെ പ്രകൃതി സിദ്ധമായ പ്രത്യേകതകൾ വികസനത്തെ ബാധിക്കുന്നതാണ്. രാജസ്ഥാനിലെ മരുപ്രദേശങ്ങൾ, വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലെ കുന്നിൻ പ്രദേശങ്ങൾ, അത്തരം കാര്യങ്ങളിലൊക്കെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ കാരണം ചിലത് ഡെവലപ്ഡ് ആവാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതാണ് നമ്മുടെ ഈ രാജസ്ഥാൻ മരുപ്രദേശങ്ങൾ. അവിടെ നിന്ന് എന്ത് കൊണ്ടുവന്നിട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ, അതുപോലെ മരുപ്രദേശങ്ങൾ, നമ്മുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങൾ, കുന്നിൻ പ്രദേശങ്ങൾ, അവിടെയൊക്കെ എന്താണ് ഇതിന് ഈ ഒരു ഭൂമിശാസ്ത്ര ഘടകങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ അതാണ് ഈ ഒരു പ്രാദേശിക അസമാനതകൾക്കുള്ള ഒരു കാരണം. ഇനി നെക്സ്റ്റ് നോക്കുക, പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗത്തിലുള്ള വ്യത്യാസവും അസമമായ വിതരണവും. അപ്പോൾ പ്രകൃതി അതുപോലെ വിതരണത്തിലുമുള്ള അസമാനതകൾ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൽക്കരി, ഇരുമ്പയിര്, എണ്ണ, ഈ ഒരു പ്രകൃതി വാതകം തുടങ്ങിയ എല്ലാ സംസ്ഥാനങ്ങളിലും ലഭ്യമല്ലാത്ത ഒരു കാര്യങ്ങളാണ്. അപ്പോൾ എന്നാൽ ഇതിൻ്റെ ലഭ്യത കൊണ്ട് മാത്രം അത്തരം സംസ്ഥാനങ്ങളിൽ വികസനം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഓരോ സംസ്ഥാനത്തും എന്താണ് ഇത്തരം പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് കിട്ടുന്നത് പോലെ നമുക്കിപ്പോൾ ഇവിടെ പെട്രോളിയം കിട്ടുന്നുണ്ടോ? ഇല്ല. അത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഓരോ സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് എല്ലായിടത്തിലും എല്ലാം ലഭ്യമായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ആ ലഭ്യമായ സാധനങ്ങൾ അവിടെ നിന്ന് ലഭ്യമാണെങ്കിലും അത് അവർക്ക് ഡെവലപ്മെൻറ്റിന് സഹായിക്കണമെന്നുമില്ല. അപ്പം ചില സ്ഥലങ്ങൾക്ക് എന്താണ് ഈ ഒരു ഖത്തർ, അവിടെയൊക്കെ എന്താണ് ഈ ഒരു പെട്രോളിയം ഉൽപ്പന്നം ലഭ്യമായതുകൊണ്ടാണ് അവർ കൂടുതൽ ഡെവലപ്ഡ് ആവുന്നത്. അപ്പോൾ അവരില്ലാത്ത സംസ്ഥാനങ്ങളിലോട്ട് അത് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എന്താണ് അവർ കൂടുതൽ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുക ചെയ്യാം. ഇവിടെ കൊടുക്കുന്നത് നോക്കാം. നിങ്ങൾക്കറിയാവുന്നത് പോലെ പ്രകൃതി വിഭവങ്ങളായ കൽക്കരി, ഇരുമ്പയിര്, എണ്ണ, പ്രകൃതിവാതകം തുടങ്ങിയ എല്ലാ സംസ്ഥാനങ്ങളിലും ലഭ്യമല്ല. എന്നാൽ ഇതിൻ്റെ ലഭ്യത കൊണ്ട് മാത്രം അത്തരം സംസ്ഥാനങ്ങളിൽ വികസനം ഉണ്ടാക്കണമെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു അനുഗ്രഹം ചില സംസ്ഥാനങ്ങൾക്ക് നല്ലവണ്ണം ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ ബീഹാർ, ഒറീസ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ കൂടെ അത് ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്യാതെ എന്താണ് അത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് കിടക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്ന പോയിൻ്റാണ് ദേശീയ വിപണികളിൽ നിന്ന് വളരെ അകലെയുള്ള പ്രദേശങ്ങൾ. ദേശീയ വിപണിയിൽ നിന്ന് വളരെ അകലെയുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ദേശീയ വിപണിയിൽ നിന്നുള്ള അകലം ആ പ്രദേശത്തിൻ്റെ സമ്പദ്ഘടനയുടെ വികസനത്തെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സമ്പദ്ഘടനയെ ഇത് അവരുടെ വളർച്ചാ സമ്പ്രദായങ്ങളിൽ പരിവർത്തനം വരുത്താൻ തടസ്സം സൃഷ്ടിക്കുന്നു. അപ്പോൾ നമ്മുടെ ദേശീയ വിപണികളിൽ നിന്ന് അകലെയുള്ള പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ
എന്താണ് ഏറ്റവും ഇപ്പം ഇത്രയും തിരക്കുള്ള മാർക്കറ്റ് അങ്ങനെയുള്ള ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, പ്രദേശങ്ങൾ. അപ്പോൾ അവർക്കൊന്നും എന്താണ് ആ ഒരു ഡെവലപ്മെൻറ്റിലോട്ട് എത്താനോ, പ്രത്യേകിച്ച് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് ആ ഒരു സമ്പദ്ഘടനയൊന്നും അവർക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനോ അതുപോലെ അവരുടെ ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്താനൊന്നും പറ്റാതിരിക്കും. അപ്പം നമ്മൾ തന്നെ ഇപ്പം ഒരു സിറ്റിയിൽ നിൽക്കുന്ന ആൾ സിറ്റിയിലല്ല നിൽക്കുന്ന ഒരു ഗ്രാമത്തിൽ നിൽക്കുന്ന ആൾക്ക് ഒരു സിറ്റിയിലോട്ട് ആക്സസ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ കുറേ ഈ ഒരു ദേശീയ വിപണികളിൽ നിന്നൊക്കെ വളരെ അകലെ നിൽക്കുന്ന പ്രദേശങ്ങൾക്കൊന്നും ആ ഒരു ഡെവലപ്മെൻറ്റ് കിട്ടുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങളുടെ അപര്യാപ്തത. എന്താണ് ഈ ഒരു അടിസ്ഥാന പശ്ചാത്തല സൗകര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പശ്ചാത്തല സൗകര്യങ്ങളായ റോഡ്, വൈദ്യുതി, ഗതാഗതം എന്നീ സൗകര്യങ്ങൾ വികസിപ്പിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ വേഗത്തിലുള്ള സാമ്പത്തിക വികസനം പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കുറവുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിച്ച ഫണ്ടുകൾ പോലും വേണ്ട വിധം ഉപയോഗപ്പെടുത്താനോ പുതിയ സ്വകാര്യ സംരംഭകരെ ആകർഷിക്കാനോ കഴിയുന്നില്ല. അപ്പം നമുക്കറിയാം നമ്മുടെ അടിസ്ഥാന പശ്ചാത്തലം നമ്മുടെ ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മുടെ റോഡ്, ഗതാഗതം, വൈദ്യുതി, ഈ ഒരു സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉള്ള സംസ്ഥാനങ്ങൾക്ക് എന്താണ് കൂടുതൽ ആ ഒരു ഡെവലപ്മെൻറ്റ്, സാമ്പത്തികപരമായിട്ടുള്ള വികസനം അവർക്ക് പെട്ടെന്ന് ലഭ്യമാവും. പക്ഷേ ഇതൊന്നും വേണ്ടത്ര യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇതൊന്നും പ്രോപ്പറായിട്ട് ഇല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റോഡും കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ലഭിച്ച ഫണ്ടുകൾ തന്നെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും അവർക്ക് പറ്റുന്നില്ല. അപ്പം അതാണ് ആ ഒരു അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങളുടെ ഒരു അപര്യാപ്തത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ദുർബലമായ ഭരണനിർവഹണം. ഓക്കെ, അതാണൊരു മെയിൻ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഒരു ഡെവലപ്മെൻറ്റിലോട്ട് എത്താൻ പറ്റാത്ത പ്രാദേശിക വികസനത്തിനോ അതുപോലെ എന്താണ് നമ്മുടെ സാമൂഹിക വികസനത്തിന് ഒരു മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ്, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഭരണ സംവിധാനമോ ഭരണനിർവഹണമോ നടക്കാത്തത് കാരണമാണ്. അപ്പോൾ ചില ആളുകളുണ്ടാവും അവിടെ എന്താണ് ആളുകളെ പറ്റിച്ചിട്ട് അവിടുത്തെ മന്ത്രിമാരും കാര്യങ്ങളൊക്കെ എന്താണ് അവർ ആ ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെ അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് യൂട്ടിലൈസ് ചെയ്യുന്നു, അവിടെ അവരുടെ ആളുകൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാതിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ഭരണനിർവഹണമാണെങ്കിൽ അവിടെ ഒരു ഡെവലപ്മെൻറ്റ് വരുമോ? തീർച്ചയായിട്ടും വരില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് എന്താണ് പറയുന്നതെന്ന് നോക്കാം കേട്ടോ. സാമ്പത്തിക വികസനത്തെ സ്വാധീനം ചെലുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മേന്മയേറിയ ഭരണ നിർവഹണം. മുന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗം കാലത്തും സദ്ഭരണം ലഭിച്ചിട്ടുണ്ടെന്നും നിങ്ങൾക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാകും. നേരെ മറിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയാത്ത വിധം നിയമസമാധാന പ്രശ്നങ്ങൾ നേരിടുന്നവയും പ്ലാനിംഗ് കമ്മീഷൻ അനുവദിച്ചു തന്നിട്ടുള്ള വിഭവങ്ങൾ പോലും ശരിയായ വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെ വരികയും ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങളാണ് മിക്കവാറും എല്ലാ പിന്നോക്ക സംസ്ഥാനങ്ങളും എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ദുർബലമായ ഭരണം ഇത്തരം സംസ്ഥാനങ്ങളിൽ സ്വകാര്യ മുതൽ മുടക്കുകാരെ പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിൽ നിന്നും മറ്റെന്തെങ്കിലും ഉൽപ്പന്നപരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ നിന്നും ഒക്കെ നിരുത്സാഹപ്പെടുത്തുന്നു. അതാണ് ഈ ഒരു ദുർബലമായിട്ടുള്ള ഭരണനിർവഹണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങളെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് ഇനി നോക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? SC, ST, OBC വിഭാഗക്കാരൊക്കെയാണ് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നത്, സ്ത്രീകൾ, കുട്ടികളൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. വികസനത്തിൻ്റെ പരിണിത ഫലം എല്ലാവർക്കും തുല്യമായി മേലോട്ടുള്ള സാമൂഹിക ചലനക്ഷമതയ്ക്ക് തുല്യ അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നതാവണം. ഇന്ത്യ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുന്നെങ്കിലും ഈ വികസനത്തിൻ്റെ പരിണത ഫലം എല്ലാവരിലും എത്തിക്കുക എന്ന ലക്ഷ്യം ഇനിയും കൈവരിക്കേണ്ടതായിട്ടിരിക്കണമെന്നത് പറയപ്പെടുന്നതാണ്. ധാരാളം ജനവിഭാഗങ്ങൾ സാമൂഹികമായും സാമ്പത്തികമായുമുള്ള വിവേചനങ്ങൾ അനുഭവിക്കുന്നു. വികസന പ്രക്രിയകളിൽ അവർക്ക് സ്വതന്ത്രമായോ പൂർണ്ണമായോ പങ്കെടുക്കാൻ കഴിയുന്നില്ല. അത്തരം ചില വിഭാഗങ്ങളാണ് പട്ടികജാതിക്കാർ, SC, പട്ടികവർഗക്കാർ, ST, മറ്റു പിന്നോക്ക വിഭാഗക്കാർ, OBC, ന്യൂനപക്ഷങ്ങൾ, വനിതകൾ എന്നിവർ. ഇപ്പോൾ 2001 ഇന്ത്യയുടെ സെൻസസ് അനുസരിച്ച് പട്ടികജാതിക്കാർ 16.23%, പട്ടികവർഗക്കാർ 8.2%. ഇപ്പോൾ ന്യൂനപക്ഷക്കാരും
മറ്റ് പിന്നോക്ക ജാതിയിൽപ്പെട്ടവരും പ്രമുഖമായ ഒരു പങ്കുണ്ട്. വനിതകൾ ഇന്ത്യയിലെ ജനസംഖ്യയുടെ പകുതി വരും. അപ്പോൾ നമുക്ക് പട്ടികജാതിക്കാർ, പട്ടികവർഗ്ഗക്കാർ, വനിതകൾ എന്നിവർക്ക് വേണ്ടിയുള്ള ശാക്തീകരണ ശ്രമങ്ങളെക്കുറിച്ച് അടുത്തതായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾ എന്ന് പറയുന്ന ആരൊക്കെയാണ്? SC, ST, OBC, അതുപോലെ വനിതകൾ ഒക്കെയാണ് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർ. അപ്പോൾ അവരുടെ നമ്മൾക്ക് അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മൾ സ്കൂളുകൾ, പ്രത്യേകമായിട്ട് സ്റ്റൈപ്പൻഡുകൾ, സ്കോളർഷിപ്പുകൾ, അതുപോലെ ഉച്ചഭക്ഷണം, പോഷകാഹാരം ഒക്കെ കുട്ടികൾക്ക് ലഭ്യമാക്കുകയും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇനി പട്ടികജാതിക്കാരുടെയും പട്ടികവർഗ്ഗക്കാരുടെയും ശാക്തീകരണമാണ് നമുക്ക് നോക്കാനല്ലേ, അവരുടെ എംപവർമെൻറ്റ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഈ ഒരു പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുന്നതെന്ന് അറിയോ? അപ്പോൾ ഈ ഒരു കാറ്റഗറിയെ പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രത്യേക ഷെഡ്യൂളിൽ പ്രത്യേക ഷെഡ്യൂളിനെയാണ് നമ്മൾ പട്ടിക എന്ന് പറയുന്നത്. ഒരു പ്രത്യേക പട്ടികയിലാണ് ഈ ഒരു കാറ്റഗറിയെ പറ്റിയിട്ട് പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഷെഡ്യൂളിലാണ് ഇവരെ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വർഗം പട്ടികജാതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സാമൂഹിക ശാക്തീകരണം എന്താണെന്ന് നോക്കാം. അവശ്യ വിഭാഗങ്ങൾക്ക് സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം നൽകാനുള്ള ഏറ്റവും ഫലപ്രദമായ ഉപകരണം വിദ്യാഭ്യാസമാണ്. അതിനാൽ ഈ വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും മുന്തിയ മുൻഗണന നൽകി അതിനുവേണ്ടി താഴെ പറയുന്ന പ്രധാന നടപടികൾ എടുത്തിട്ടുണ്ട്. അപ്പം സാമൂഹിക ശാക്തീകരണം ഈ ഒരു ലേറ്റ് ആവും, കുറച്ച് 5-10 മിനിറ്റ്. അതാണ് സാമൂഹിക ശാക്തീകരണത്തിൽ ഉൾപ്പെടുന്നത്. ഇനി സാമ്പത്തിക ശാക്തീകരണത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സാമൂഹികമായി അവശത അനുഭവിക്കുന്ന വിഭാഗക്കാരുടെ സാമ്പത്തിക ശാക്തീകരണത്തിനായിട്ട് തൊഴിൽ നൽകുകയും വരുമാനം ഉണ്ടാക്കാവുന്ന പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി താഴെ പറയുന്ന കുറച്ച് ധനകാര്യ സംഘടനകൾ ഇതിനു വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ദി നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫൈനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, NSFDC. അപ്പോൾ എന്തിനു വേണ്ടി സ്ഥാപിച്ചതാണ്? ഇത് വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നവർക്ക് സാമ്പത്തികവും അല്ലാത്തതുമായ സഹായങ്ങൾ നൽകുന്നു. നെക്സ്റ്റ്, ദി നാഷണൽ സഫായി കർമ്മചാരി ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, NSKFDC. അതെന്താണ്? വരുമാനം കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ ശുചീകരണ പ്രവർത്തകർ ഏർപ്പെടാൻ വേണ്ട സാമ്പത്തികവും അല്ലാതെയുമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതാണ് ഇത് നാഷണൽ സഫായി കർമ്മചാരി ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, NSKFDC സ്ഥാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ദി നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഫൈനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, NSTFDC. ഇത് വായ്പ വിപണി സഹായം, അതുപോലെ പരിശീലനം തുടങ്ങിയ സഹായങ്ങൾ, തൊഴിലും വരുമാനവും ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയൊക്കെ നൽകുന്നു. നെക്സ്റ്റ് ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, SDCCS. ഇപ്പോൾ കൃഷി അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ചെറുകിട ജലസേചനം ഉൾപ്പെടെ വരുന്ന കാര്യങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ, ഗതാഗതം, വാണിജ്യം, മറ്റ് സേവന മേഖലകൾ എന്നിവയെല്ലാം ഉൾപ്പെടെ തൊഴിൽ സൃഷ്ടിക്കുന്നതായ കാര്യങ്ങൾക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകുന്ന ഇതിനു വേണ്ടി സ്ഥാപിച്ചതാണ് ഷെഡ്യൂൾ കാസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കേട്ടോ. ഓക്കെ, ഇനി സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം. എല്ലാത്തരം സാമൂഹിക നീതികളിൽ നിന്നും നാനാവിധത്തിലുള്ള ചൂഷണത്തിൽ നിന്നുമുള്ള സംരക്ഷണവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുണ്ട്. ദി പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955, ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് അതിക്രമങ്ങൾക്ക് തടയാൻ വേണ്ടിയിട്ട് ആക്ട് വന്നതാണ് 1989. അതുപോലെ ദി ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആക്ട് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് വന നിയമങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആക്ട് 2006 ഒക്കെ ഈ ഒരു സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ട് നടപ്പാക്കിയിട്ടുള്ള നിയമങ്ങളും സംവിധാനങ്ങളും ആക്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സ്ത്രീ ശാക്തീകരണമാണ്. സ്ത്രീ ശാക്തീകരണത്തിൽ നമുക്കറിയാം പണ്ടത്തെ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ വളരെയധികം കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകളും അതുപോലെ സ്ത്രീകൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യങ്ങളും സ്വാതന്ത്ര്യം കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവർ അവശത അനുഭവിക്കുന്ന ഒരു കാറ്റഗറിയാണ് വനിതകൾ അല്ലെങ്കിൽ സ്ത്രീകൾ. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ശാക്തീകരണമാണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ജനസംഖ്യയിലെ ഭൂരിപക്ഷം സ്ത്രീകളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ആയതിനാൽ ദാരിദ്ര്യം ഉച്ചാടന പരിപാടികൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കുറേ കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
അതുപോലെ കൃഷിയും മറ്റും അനുബന്ധ മേഖലകളിലും ഉൽപാദകർ എന്ന നിലയിലുള്ള സ്ത്രീകളുടെ നിർണായകമായ പങ്കിൻ്റെ വെളിച്ചത്തിൽ പരിശീലനം, വിവിധ പരിപാടികൾ എന്നിവയെല്ലാം സ്ത്രീകളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് അവരുടെ അടുക്കൽ എത്തിക്കാനായിട്ട് ഏകാഗ്രമായ ശ്രമങ്ങൾ നടക്കുന്നു. അതുപോലെ തൊഴിൽ നിർമ്മാണം, സാമൂഹിക സുരക്ഷിതത്വം, മറ്റ് സഹായക സേവനങ്ങൾ എന്നിവയിൽ കൂടിയൊക്കെ അവരെ പലതരം വ്യാവസായിക മേഖലകളിൽ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷൻ ടെക്നോളജി, IT മേഖലകളിൽ, നമ്മുടെ ആഹാര സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഓരോ മേഖലകൾ, കാർഷിക വ്യവസായം, തുണി വ്യവസായം എന്നീ രംഗങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പ്രാപ്തരാക്കുന്നതിന് വേണ്ട ശ്രമങ്ങളൊക്കെ ഒരു സ്ത്രീ സാമ്പത്തിക ശാക്തീകരണത്തിൻ്റെ പേരിൽ നടന്നു വരുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്താണ്, ജോലി സ്ഥലത്ത് ക്രഷേ ഉൾപ്പെടെയുള്ള ശിശു സംരക്ഷണ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വൃദ്ധർക്കും വികലാംഗർക്കും വാസസ്ഥലങ്ങൾ മെച്ചപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളിൽ കൂടിയൊക്കെ എന്താണ്, സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക ജീവിതത്തിൽ സ്ത്രീകളുടെ പൂർണ്ണ സഹകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായ സേവനങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു സാമ്പത്തിക ശാക്തീകരണത്തിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള. ഇനി സാമൂഹിക ശാക്തീകരണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സൗകര്യം, വിവേചനം അവസാനിപ്പിക്കൽ, സാർവത്രികമായ വിദ്യാഭ്യാസം, നിരക്ഷരത ഇല്ലാതാക്കൽ, പെൺകുട്ടികളുടെ പ്രവേശനവും നിലനിർത്തൽ നിരക്കും വർദ്ധിപ്പിക്കൽ, വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിച്ച് ജീവിതം മുഴുവൻ പഠനം സുഗമമാക്കൽ, തൊഴിൽ, സാങ്കേതിക നൈപുണ്യം എന്നിവ മെച്ചമാക്കൽ തുടങ്ങിയ സ്ത്രീകളുടെ സാമൂഹിക ശാക്തീകരണത്തിന് വേണ്ട നിരവധി ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഈ ഒരു സാമൂഹ്യ ശാക്തീകരണത്തിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ സ്ത്രീകളുടെ പോഷകാഹാരം, ആരോഗ്യ സേവനം എന്നിവ ഉൾപ്പെടെയുള്ള ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ആവശ്യങ്ങൾ പരിഗണിക്കുകയും ചെയ്യുന്ന സമഗ്രമായിട്ടുള്ളൊരു സമീപനം സ്ത്രീകളുടെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. നെക്സ്റ്റ് എന്താ കാര്യമാണ്, പോഷകാഹാരക്കുറവ് മൂലം സ്ത്രീകൾ നേരിടുന്ന രോഗങ്ങളുടെ അപകട സാധ്യത കൂടിയിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജീവിതചക്രത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും സ്ത്രീകളുടെ പോഷകാഹാര ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് അടുത്തൊരു നടപടി എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് നേരെ വീടിൻ്റെയോ സമൂഹത്തിൻ്റെയോ തലത്തിലോ ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, മറ്റ് അംഗീകൃത അനുഷ്ഠാനങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതോ ആയ ശാരീരികവും മാനസികവുമായ എല്ലാ രീതിയിലുമുള്ള അതിക്രമങ്ങളും അവസാനിപ്പിക്കുന്നതിന് ഏറ്റവും ഉയർന്ന പരിഗണന നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാമൂഹികമായിട്ടുള്ള ശാക്തീകരണത്തിൻ്റെ പേരിൽ നടന്നു വരുന്ന നമ്മൾ എടുത്തിട്ടുള്ള ആക്ഷൻസും കാര്യങ്ങളൊക്കെ. ഇനി രാഷ്ട്രീയ ശാക്തീകരണം എന്താണെന്ന് നോക്കാം. സ്വതന്ത്രലബ്ധിക്ക് ശേഷം സ്ത്രീകൾ വോട്ട് ചെയ്യാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമുള്ള അവകാശം ലഭിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക്. അതുപോലെ ഭരണനിർവഹണത്തിൻ്റെ എല്ലാ തലങ്ങളിലും പങ്കെടുത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പുരുഷന്മാരുടെ തുല്യത അവർക്കുമുണ്ട്. പിന്നെ 1993 ഇന്ത്യൻ ഭരണഘടനയിൽ കൊണ്ടുവന്ന 73-74 ഭേദഗതികൾ മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33.3% സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്ത്രീ ശാക്തീകരണത്തിന് ഒരു വലിയ മുന്നേറ്റം ലഭിക്കുകയും രാഷ്ട്രീയ അധികാരത്തിലൊക്കെ സ്ത്രീകൾക്കുള്ള പങ്ക് വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതുപോലെ പൊതുജീവിതത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഈ തീരുമാനം മുഖ്യമായ പങ്ക് വഹിച്ച് നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ ഇതേ രീതിയിൽ സ്ത്രീകളുടെ സംവരണം കൊണ്ടുവരാനുള്ള ഒരു ബില്ല് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ പരിഗണനയിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ആ ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള ശാക്തീകരണത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി സാമൂഹിക സാമ്പത്തിക വികസനത്തിന് മുഖ്യ നയങ്ങളും പരിപാടികളുമാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ മുഖ്യമായിട്ടുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസമാണ്. അപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇന്ത്യ മാത്രമല്ല, അന്താരാഷ്ട്ര ജനവിഭാഗം മുഴുവൻ തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട് ബോധ്യമുള്ളവരാണ്. അപ്പോൾ 1990 UN-ൻ്റെ നേതൃത്വത്തിൽ തായ്ലൻഡിലെ ജോംതിയാനിലാണ് കൂടിയ ലോക രാഷ്ട്രങ്ങളുടെ പ്രതിനിധി സമ്മേളനത്തിൽ 2000 ആണ്ടോടെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈന, ഇന്ത്യ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, നൈജീരിയ, മെക്സിക്കോ, ബ്രസീൽ, ബംഗ്ലാദേശ്, ഈജിപ്റ്റ് എന്നീ 9 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ 1992 ഡൽഹിയിൽ സമ്മേളിച്ചിട്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തിൽ തങ്ങൾക്കുള്ള ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയും ഈ ഒരു പദ്ധതി വിജയിപ്പിക്കുന്നതിനായിട്ട് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ലക്ഷ്യപ്രാപ്തിക്കായിട്ട് കഴിഞ്ഞ 2 ദശാബ്ദകാലമായിട്ട് അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹകരണത്തോടെ ഇന്ത്യ നടപടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് താഴെ പറഞ്ഞതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇന്ത്യ എടുത്ത നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം.
അപ്പോൾ സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? 1986 ദേശീയ വിദ്യാഭ്യാസ നയം സൗജന്യ വിദ്യാഭ്യാസം എല്ലാവർക്കും 14 വയസ്സ് വരെ വിഭാവനം ചെയ്യുന്നുണ്ട്. 2002 86 ഭേദഗതിക്ക് അനുസരിച്ചിട്ട് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയിട്ട് മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തിയ ഒരു കാര്യമാണ് സൗജന്യവും നിർബന്ധിതവുമായിട്ട് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ പാർലമെൻറ്റ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് 2009 പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രമഫലമായിട്ട് ഗ്രാമീണ ജനതയുടെ 95% 1 കിലോമീറ്ററിനുള്ളിൽ പ്രൈമറി സ്കൂളും 85% 3 കിലോമീറ്ററിനുള്ളിൽ UP സ്കൂളുകളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ പിന്നെയാണ് ഇത് താഴെ പറയുന്ന ഫലങ്ങൾ ഉളവാക്കി എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഈ ഒരു സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ വരുന്ന കാര്യങ്ങളാണ്. 6-നും 14-നും ഇടയ്ക്ക് പ്രായമായ കുട്ടികൾക്ക് പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളിൽ പ്രവേശനം നേടുന്നതിന് സ്ഥിരമായ വളർച്ചയുണ്ടായി. പിന്നെ സ്കൂളുകളിൽ ചേരുന്ന പെൺകുട്ടികളുടെയും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരുടെയും സംഖ്യയിൽ ഗണ്യമായ വർധനവുണ്ടായി. പിന്നെ പ്രൈമറി സ്കൂളുകളുടെയും അപ്പർ പ്രൈമറി സ്കൂളുകളുടെയും എണ്ണം കാര്യമായിട്ട് വർദ്ധിച്ചിരുന്നു. ഇതൊക്കെ ഈ ഒരു സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം കൊണ്ട് വന്ന മാറ്റങ്ങളാണ് കേട്ടോ. നമുക്ക് നോക്കാനുള്ള അടുത്തൊരു കാര്യം സർവശിക്ഷാ അഭിയാനാണ്. സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു തീവ്ര ഉത്കർഷേച്ഛയുള്ള പരിപാടിയാണ് ഈ ഒരു സർവശിക്ഷാ അഭിയാൻ SSA. അപ്പോൾ ഇത് 2001 ഗവൺമെൻറ് നടപ്പിലാക്കിയ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? അതിലും ഈ ഒരു 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സ്കൂളുകളിലെ പ്രവേശനം നേടിയിരിക്കണം. പിന്നെ ലിംഗപരമോ സാമൂഹികമോ ആയിട്ടുള്ള യാതൊരു വിടവുമില്ലാതെ 2007 ആണ്ടോട് പ്രാഥമിക വിദ്യാഭ്യാസവും 2010 ആണ്ടോട് കൂടി എലിമെൻ്ററി വിദ്യാഭ്യാസവും പൂർത്തീകരിക്കണം എന്നൊരു നിയമം വന്നു. പിന്നെ എന്താണ്? 2010 ആയതോടെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികളുടെയും 8 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കും. പിന്നെ എന്താണ്? വിദ്യാഭ്യാസ ജീവിതത്തിന് എന്നതിന് ഊന്നൽ നൽകിക്കൊണ്ട് എലിമെൻ്ററി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണപരമായ മേന്മയ്ക്ക് പ്രാധാന്യം നൽകി. പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു പ്രൈമറി വിദ്യാഭ്യാസത്തിന് ദേശീയ പോഷകാഹാര പിന്താങ്ങൽ അല്ലെങ്കിൽ ഉച്ചഭക്ഷണ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദേശീയ സാക്ഷരതാ മിഷൻ, നാഷണൽ ലിറ്ററസി മിഷൻ ഉണ്ടായിരുന്നു. അപ്പം സാക്ഷരതാ മിഷൻ്റെ പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ച ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? രാജ്യത്തിൽ ഉണ്ടായ 597 ജില്ലകളിൽ വിവിധ സാക്ഷരതാ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുകയും 124 ദശലക്ഷം ആളുകൾ സാക്ഷരരാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1991 52.21% എന്ന സാക്ഷരതാ നിരക്കിൽ നിന്നും 2001 കണക്ക് പ്രകാരം 65.37% എന്ന നിരക്കിലേക്ക് സാക്ഷരത ഉയർത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇത് ഒരു 10 വർഷക്കാലം വീതം എടുക്കുന്ന സാക്ഷരതാ നിരക്കിൽ ഏറ്റവും ഉയർന്നതാണ് ആ ഒരു ഈ ഒരു ദേശീയ സാക്ഷരതാ മിഷൻ്റെ ആ ഒരു ഫലപ്രകാരം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇങ്ങനെയൊക്കെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും 15 വയസ്സിന് മുകളിലുള്ള സാക്ഷരതയിൽ 34% ഇന്ത്യയിലാണ്. അപ്പോൾ ലിംഗ പ്രാദേശിക സാമൂഹിക വ്യത്യാസങ്ങൾ ഇപ്പോഴും തുടരുന്നുമുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത്രയുമാണ് നമുക്ക് പോഷകാഹാരക്കുറവൊക്കെ എന്താണ് അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം പോലെ തന്നെ പോഷകാഹാരക്കുറവും അതുപോലെ സ്ത്രീകൾക്കായാലും SC/ST കാറ്റഗറിക്കായാലും ഒക്കെ എന്താണ് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പോഷകാഹാരമൊക്കെ ലഭ്യമാക്കുന്ന പദ്ധതികളും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.